മാവിൻ്റെ ആത്മകഥ. രചന ശ്രീമതി കുഞ്ഞുമോൾ സിയെ. ശബ്ദം നൽകുന്നത് ആതിര കടുത്തുരുത്തി. ഒത്തിരി സങ്കടത്തോടെയാണ് ഞാൻ ഈ കഥ നിങ്ങളോട് പറയുന്നത്. ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിലാണ് എൻ്റെ ജനനം. ഏകദേശം 15 വർഷമായി ഇവിടുത്തെ വിദ്യാലയമുറ്റത്ത് എൻ്റെ കൂടപ്പിറപ്പുകളോടൊപ്പം കഴിയാൻ തുടങ്ങിയിട്ട്. എൻ്റെ ബാല്യകാലം വളരെ രസമുള്ളതായിരുന്നു. മഞ്ഞും മഴയും വെയിലുമേറ്റ് മന്ദമാരുതൻ്റെ സ്നേഹത്തലോടലേറ്റ് ഞങ്ങൾ തമ്മിൽ തമ്മിൽ കണ്ണോട് കണ്ണു നോക്കി കഥകൾ പറഞ്ഞു നിന്നിരുന്നു. മഞ്ഞുകാലത്ത് കുട്ടികളും അധ്യാപകരും ഇവിടുത്തെ സന്ദർശകരും ഞങ്ങളുടെ ചുവട്ടിൽ വന്നിരുന്ന് തീ കായുമായിരുന്നു. വേനലാകുമ്പോൾ സഹിക്കാൻ വയ്യാത്ത ചൂട് കൂടുമ്പോഴും ഞങ്ങൾ തണൽ നൽകും. അവർ ഞങ്ങളെ വേണ്ടുവോളം ഉപയോഗിക്കും. എല്ലാവർക്കും ഉപകാരമല്ലാതെ ഞങ്ങൾ കൊണ്ട് ഉപദ്രവമില്ല. മാർച്ച് മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെ ഞങ്ങളുടെ സഹായം എല്ലാ തരത്തിലുമുണ്ട്. ചൂട് കൂടുമ്പോൾ തണൽ നൽകും. തോട്ടം നിറയെ നിൽക്കുന്ന ഞങ്ങൾ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് രൂപയുടെ മാമ്പഴം നൽകും. ഇല കാണാതെ മാമ്പഴം നിൽക്കുമ്പോൾ ഞങ്ങൾ പരസ്പരം നോക്കി സന്തോഷം കൊണ്ട് ചിരിക്കും. ഒരു വർഷം മാങ്ങയുടെ എണ്ണം കുറഞ്ഞാൽ ഞങ്ങളിലേക്ക് മരുന്ന് തളിക്കും. അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. വെയിലിൻ്റെ ചൂടും മരുന്നിൻ്റെ ചൂടും കൂടി ആവുമ്പോൾ പലരും നശിച്ചു പോകും. അങ്ങനെയാണ് എൻ്റെ ഉറ്റ സുഹൃത്തും എൻ്റെ തൊട്ടടുത്ത് നിന്നതുമായ മാവ് ഉണങ്ങിപ്പോയത്. അവനെ നോക്കുമ്പോൾ എൻ്റെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും അവൻ്റെ ഇലകളും ശിഖരങ്ങളും ഉണങ്ങി കൊഴിയാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ മരം വെട്ടുകാർ വന്ന് അവനെ വെട്ടി താഴെയിട്ട് കഷ്ണങ്ങളാക്കി വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയി. ഇത് കണ്ട് ഞാൻ ഒത്തിരി കരഞ്ഞു. എൻ്റെ കണ്ണുനീരാര് കാണാൻ? ആർക്കും അറിയില്ലല്ലോ ഞങ്ങൾ അനുഭവിക്കുന്ന വേദന എത്രയെന്ന്. എല്ലാവരും പറയും മരം ഒരു വരമാണ്, മരങ്ങൾ നടൂ, പ്രകൃതിയെ രക്ഷിക്കൂ. പക്ഷേ മനുഷ്യൻ സ്വന്തം താല്പര്യത്തിനായി ഞങ്ങളെ നശിപ്പിക്കും. ഓർക്കുക, ഞങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുള്ളൂ. ദയവായി ഞങ്ങളെ ഉപദ്രവിക്കരുത്. നിങ്ങളുടെ സ്വന്തം മാൽഗോവ.